വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക് സ്റ്റേറ്റ്. ഞാൻ സ്വാതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, 9th സ്റ്റാൻഡേർഡിന്റെ പെയേഴ്സ് ഓഫ് ഇക്വേഷനകത്തെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ആ ഒരു ചാപ്റ്ററിനകത്തെ തിയറി പോർഷൻസ് വിത്ത് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 2 മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഫോം ചെയ്യണം. അതായത് വേർഡ് പ്രോബ്ലം ആയിരിക്കും നമുക്ക് തരിക. ആ വേർഡ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുക. ഒരു വേരിയബിൾ വെച്ചുള്ള ഇക്വേഷൻ ആണോ അതോ 2 വേരിയബിൾ വെച്ചുള്ള ഇക്വേഷൻ വേണോ, അതൊക്കെ നമ്മൾ വേർഡ് പ്രോബ്ലം വായിച്ച് നോക്കിയിട്ട് ആ ഇക്വേഷൻസ് ഫോം ചെയ്ത് ഏത് മെത്തേഡാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്, ഏത് മെത്തേഡിലൂടെ പോയാലാണ് പെട്ടെന്ന് ആൻസർ കിട്ടാന്നൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സൊല്യൂഷനിൽ എത്തിച്ചേരണം. അപ്പൊ അങ്ങനെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വേർഡ് പ്രോബ്ലം ആണ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേർഡ് പ്രോബ്ലത്തിലായിരിക്കും തരിക. അതിൽ നിന്ന് നമ്മൾ ആദ്യം ഇക്വേഷൻസ് ഫോം ചെയ്യണം, അതിനുശേഷം ഇക്വേഷൻസ് സോൾവ് ചെയ്യണം, ദെൻ സൊല്യൂഷനിൽ എത്താണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സെന്റൻസ് പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെന്റൻസ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, പ്രോബ്ലം: ഇമാജിൻ എ ഫാം വിത്ത് കൗസ് ആൻഡ് ചിക്കൻസ്. The total number of heads is 15 and the total number of legs is 50. How many cows and how many chickens are there? ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഫാം ഉണ്ട്, ഫാമിനകത്ത് എന്തൊക്കെയുണ്ട്, കൗസും ചിക്കൻസും ഉണ്ട്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് ഈസ്, അതായത് എല്ലാ മൃഗങ്ങളുടെയും, അതായത് ചിക്കൻ ആയാലും കൗ ആണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് അവിടെ 15 ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, ആ ഫാമിനകത്തുള്ള എനിമൽസിന്റെ ലെഗ്സിന്റെ ടോട്ടൽ എണ്ണം 50യും ഹെഡ്സിന്റെ ടോട്ടൽ എണ്ണം 15ഉം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര കൗസ് ഉണ്ട്, എത്ര ചിക്കൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ അതിനാദ്യമായിട്ട് നമുക്ക് എന്താ കൂടെ അറിയുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് എത്രയാണ്, 15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് 15 ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാവും. എന്താണ് നമ്പർ ഓഫ് എനിമൽസ് ഇൻ ദ ഫാം എത്രയായിരിക്കും, 15 ആയിരിക്കും. എല്ലാ എനിമൽസിനും ഒരു ഹെഡ് അല്ലേ ഉണ്ടാവത്തുള്ളൂ. സോ നമ്പർ ഓഫ് എനിമൽസ് ഇൻ ദ ഫാം എത്രയായിരിക്കും, 15 ആയിരിക്കും. നമ്പർ ഓഫ് എനിമൽസ് ഇൻ ദ ഫാം എത്രയായിരിക്കും, 15 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് ആണ് നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ്, എല്ലാ എനിമൽസിന്റെയും ആകെ ലെഗ്സ് ആണ് 50. ഓക്കെ, അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അവിടെ 15 ഹെഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് എന്ന് പറയുന്നത് 15 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കൗസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം, എക്സ് എന്ന് എടുക്കാം. നമ്പർ ഓഫ് കൗസ് എന്ന് പറയുന്നത് എക്സ് എന്ന് എടുക്കാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് എത്രയാ, 15 ആണ്. അതിൽ എക്സ് ആണ് കൗസിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിക്കൻസിന്റെ എണ്ണം കണ്ടുപിടിക്കാലോ. എത്രയായിരിക്കും, നമ്പർ ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 15 മൈനസ് എക്സ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നത് 15 മൈനസ് എക്സ് ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ്, ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണ് ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസിന്. സോ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയത്. നമ്പർ ഓഫ് കൗസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസിൽ നിന്ന് കൗസിന്റെ എണ്ണം മൈനസ് ചെയ്യുന്നത്. അത് എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് 15 ആണ്. കൗസിന്റെ എണ്ണം എക്സ് മൈനസ് ചെയ്താൽ നമ്പർ ഓഫ് ചിക്കൻസ് കിട്ടി. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് വെച്ചിട്ട്, ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൗസ് പ്ലസ് നമ്പർ ഓഫ് ചിക്കൻസ് ആണ്. ചിക്കൻസിന്റെ എണ്ണം എത്രയാണ്, 15 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഈക്വൽ ടു എത്ര കിട്ടും, 15 ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ്. ക്ലിയർ ആണല്ലോ. എക്സ് പ്ലസ് 15 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 15 പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യും, അപ്പൊ എക്സ് പ്ലസ് 15 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 15 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മളവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്, കൗവിന്റെ ലെഗ്സ് എത്രയാ നോക്കാം. കൗ ഹാസ് 4 ലെഗ്സ് ആണല്ലോ. ചിക്കൻ ഹാസ് 2 ലെഗ്സ്. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് എത്രയാണ്, 50 ആണ്. 50. ഓക്കെ, കൗവിന് 4 ലെഗ്സ് ഉണ്ടെങ്കിൽ അവിടെ ആകെയുള്ള
കവുകളുടെ ആകെയുള്ള ലെഗ്സിന്റെ എണ്ണം നമുക്ക് എത്രയായിരിക്കും കിട്ടുക? കവിന്റെ ആകെ എണ്ണം എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ ഒരു കവിന് 4 ലെഗ്സ് ഉണ്ടെങ്കിൽ ആകെ ലെഗ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 എക്സ് ഇൻറ്റു 4 ആയിരിക്കും, 4x. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഇക്വേഷനും കൂടെ ഫോം ചെയ്യാൻ പറ്റും. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ്. അത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? കവിന് 4 ലെഗ്സ് ആണുള്ളത്, അവിടെ നമ്പർ ഓഫ് കൗസ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കവിന്റെ ലെഗ്സ് എത്രയായിരിക്കും? കവിന്റെ ലെഗ്സ് 4x ആയിരിക്കും. ഓക്കെ, ദെൻ ചിക്കന് 2 ലെഗ്സ് ആണുള്ളത്, ടോട്ടൽ നമ്പർ ഓഫ് ചിക്കൻ എന്ന് പറയുന്നത് 15 മൈനസ് എക്സ് ആണ്. സോ ചിക്കന്റെ ലെഗ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 2 ഇൻറ്റു 15 മൈനസ് എക്സ് ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇനി ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അത് എത്രയാണ്? കൗസിന്റെ ലെഗ്സിന്റെ എണ്ണം പ്ലസ് ചിക്കന്റെ ലെഗ്സിന്റെ എണ്ണം, ചിക്കൻസിന്റെ ലെഗ്സിന്റെ എണ്ണം 2 ഇൻറ്റു 15 മൈനസ് എക്സ്. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50. ഓക്കെ, അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ഇക്വേഷനും കിട്ടി, സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ദെൻ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 4x പ്ലസ് 2 ഇൻറ്റു 15 എത്രയാണ്? 30. ദെൻ മൈനസ് 2x ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഓക്കെ, 2-നുള്ളിലേക്ക് കടത്തി ഇൻറ്റു ചെയ്തു. അപ്പോൾ 2 ഇൻറ്റു 50 30 കിട്ടി. 2 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 2x കിട്ടി. ഓക്കെ, ദെൻ 4x മൈനസ് 2x ഉണ്ട് കേട്ടോ. മൈനസ് 2x ഇസ് ഈക്വൽ ടു 50. ഈ പ്ലസ് 30നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ. ദെൻ മൈനസ് 30 വന്നു. 4x മൈനസ് 2x എത്ര വരാ? 2x എന്ന് വരും. 2x ഇസ് ഈക്വൽ ടു 50 മൈനസ് 30 20 എന്ന് വരും. ഓക്കെ, 2x equal to 20, then x is equal to 20 divided by 2. Answer is 10. Okay, 10 എന്നുള്ള നമ്പർ അതെന്താണ്? എക്സ് ആണ് നമുക്ക് 10 എന്ന് കിട്ടിയത്. എക്സ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? കൗവിന്റെ എണ്ണാണ് 10 എന്ന് കിട്ടിയത്. കൗസിന്റെ എണ്ണം, നമ്പർ ഓഫ് കൗസ് ആണ് 10 എന്ന് കിട്ടിയത്. ദെൻ നമുക്ക് നമ്പർ ഓഫ് ചിക്കൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 15 നിന്ന് എക്സിന്റെ വാല്യൂ കുറയ്ക്കുന്നതാണ് ചിക്കൻസിന്റെ എണ്ണം. ദെൻ എക്സിന്റെ വാല്യൂ 10 കൊടുത്തു. 15 മൈനസ് 10, ദെൻ നമ്പർ 5 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കൗസ് 10 ആണ്, നമ്പർ ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഫാമിലുള്ള എനിമൽസിൽ നമ്പർ ഓഫ് കൗസ് എത്രയാണ്? 10 ആണ്. നമ്പർ ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് ആകെ തന്നിട്ടുണ്ടായിരുന്നത്. ആ ഫാമില് ആകെയുള്ള ആനിമൽസിന്റെ ഹെഡ് തന്നിട്ടുണ്ട്, ഹെഡിന്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയാണ്? 15 ആണ്. അപ്പോൾ ഹെഡ് 15 ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് അവിടെ ഉള്ളത് ആകെ എത്രയായിരിക്കും? 15 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദെൻ ആ ഫാമിലുള്ള ആനിമൽസിന്റെ മൊത്തം ലെഗ്സിന്റെ എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയാണ്? 50 ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് മനസ്സിലാക്കാം കവിന് 4 ലെഗ്സ് ആണുള്ളത്. സോ കവിന്റെ ടോട്ടൽ, ആ ഫാമിലുള്ള എല്ലാ കൗസിന്റെയും ലെഗ്സിന്റെ എണ്ണം കാണാനായിട്ട് കവിന്റെ എണ്ണത്തിനെ 4 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. ദെൻ ചിക്കൻസിന് 2 ലെഗ്സ് ആണുള്ളത്, ഒരു ചിക്കന് 2 ലെഗ്സ് ആണുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ചിക്കൻസിന്റെ എണ്ണത്തിനെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. അങ്ങനെയാണ് 2 ഇൻറ്റു 15 മൈനസ് എക്സ് കിട്ടിയതും ഇവിടെ 4x എന്ന് കിട്ടിയതും. ദെൻ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്തത്. ഓക്കെ, 4x പ്ലസ് 2 ഇൻറ്റു 15 മൈനസ് എക്സിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്തു. ദെൻ ഓക്കെ, ക്ലിയർ ആണല്ലോ? നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ് എന്നുള്ള ഒരൊറ്റൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. ഇനി ഈ സെയിം പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് 2 വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്, ദെൻ അത് സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെയിം പ്രോബ്ലം തന്നെയാണ്. ഞാൻ പ്രോബ്ലം ഒന്നുകൂടെ വായിക്കാം. ഇമാജിൻ എ ഫാം വിത്ത് കൗസ് ആൻഡ് ചിക്കൻസ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് 15 ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് ഈസ് 50. ഹൗ മെനി കൗസ് ആൻഡ് ഹൗ മെനി ചിക്കൻസ് ആർ ദർ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി എടുത്ത് എഴുതാം. അതിനകത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഒരു ഫാം ഉണ്ട്, അതിനകത്ത് കൗസും ചിക്കൻസും ഉണ്ട്. അതിനകത്ത് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് ഫാമിലുള്ള എല്ലാ അനിമൽസിന്റെയും കൂടെ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്?
15 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഊഹിക്കാം നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എനിമൽസ് ആയിരിക്കും. എല്ലാ എനിമൽസിനും ഒരു ഹെഡ് അല്ലേ ഉണ്ടാവത്തുള്ളൂ. സോ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എനിമൽസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതെത്രയാണ്? 15 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമ്പർ ഓഫ് ലെഗ്സ്. ആ ഫാമിനകത്തുള്ള എല്ലാ എനിമൽസിന്റെയും ആകെ ലെഗ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്പർ ഓഫ് കൗസ്. നമ്പർ ഓഫ് കൗസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ചിക്കൻസ് നമ്മൾ വൈ ആയിട്ടും എടുത്തു. ഓക്കെ, നമ്പർ ഓഫ് കൗസ് എക്സ് ആയിട്ട് എടുത്തു, നമ്പർ ഓഫ് ചിക്കൻസ് വൈ ആയിട്ട് എടുത്തു. നേരത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് മൈനസ് എക്സ് ആയിരുന്നു നമ്മൾ വൈ ആയിട്ട് എടുത്തത്. ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾ യൂസ് ചെയ്തു. നമ്പർ ഓഫ് കൗസിന് ഒരു വേരിയബിൾ യൂസ് ചെയ്തു, നമ്പർ ഓഫ് ചിക്കൻസിനും ഒരു വേരിയബിൾ യൂസ് ചെയ്തു. ദെൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് എനിമൽസ് എത്രയായിരിക്കും വരുന്നത്? നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് കൗസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ചിക്കൻസ് ഇസ് ഈക്വൽ ടു 15, ഇക്വേഷൻ 1. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഇവരുടെ ലെഗ്സിനെ കുറിച്ചാണ് അല്ലേ. ചിക്കൻ എത്ര ലെഗ് ഉണ്ട്? ചിക്കൻ ഹാസ് 2 legs. ഓക്കെ, ദെൻ ആകെ ആ ഫാമിലുള്ള എല്ലാ ചിക്കൻ്റെയും കൂടെ ലെഗ്സ് എത്രയായിരിക്കും? ഒരു ചിക്കന് 2 legs ആണെന്നുള്ളത്. ചിക്കൻ നമ്പർ ഓഫ് ചിക്കൻ എന്ന് പറയുന്നത് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ആകെ ആ ഫാമിലുള്ള എല്ലാ ചിക്കൻസിൻ്റെയും ലെഗ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × y ആയിരിക്കും, 2y. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ കൗസിൻ്റെ കേസിൽ വരുമ്പോൾ ഒരു കൗവിന് എത്രയാണ് ലെഗ് ഉള്ളത്? കൗ ഹാസ് 4 legs. ദെൻ നമ്പർ ഓഫ് ലെഗ്സ് ആ ഫാമിലുള്ള എല്ലാ കൗസിൻ്റെയും കൂടെ ലെഗ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? 4 × x, അതായത് 4x ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൗസിൻ്റെ ആകെ കാലുകളുടെ എണ്ണം എത്രയാണ്? 4x ആണ്. ചിക്കൻസിന്റെ ആകെ കാലുകളുടെ എല്ലാ ചിക്കൻസിന്റെയും കൂടെ കാലുകളുടെ എണ്ണം എത്രയാണ്? 2y ആണ്. സോ നമുക്ക് നമ്പർ ഓഫ് ലെഗ്സ് എല്ലാത്തിൻ്റെയും കൂടെ നമ്പർ ഓഫ് ലെഗ്സ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 50 ആണ്. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യാം. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ്. അതെത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ കൗവിൻ്റെ കാലുകളുടെ എണ്ണം, ദെൻ ചിക്കൻസിൻ്റെ കാലുകളുടെ എണ്ണം. അപ്പോൾ എത്രയാണ് വരുന്നത്? 4x കൗവിൻ്റെ കാലുകളുടെ എണ്ണം പ്ലസ് ചിക്കൻസിൻ്റെ കാലുകളുടെ എണ്ണം 2y ഇസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ? 50. ഓക്കെ, ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. x + y = 50, ദെൻ 4x + 2y = 50. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഫോം ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 4 ആണ്. രണ്ടും ഡിഫറെന്റ് ആണ് അല്ലേ, സെയിം ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെത്തേഡ്സ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഏതെങ്കിലും വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോഎഫിഷ്യൻസിനെ ആ ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്ത് മറ്റേ വേരിയബിൾ കണ്ടുപിടിച്ച് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ആണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നത്. സോ ഇവിടെ ഒന്നിൻ്റെയും കോഎഫിഷ്യൻസ് സെയിം അല്ല. ഓക്കെ, ഇവിടെ വൈക്ക് 1 ആണ് കോഎഫിഷ്യന്റ് വന്നിരിക്കുന്നത്, ഇവിടെ 2 ആണ് കോഎഫിഷ്യന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെയും കോഎഫിഷ്യൻസ് സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്താണ് നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? ഒരു സൂട്ടബിൾ നമ്പർ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനെ ആ സൂട്ടബിൾ നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ ഇക്വേഷൻസിനകത്തെ സെയിം കോഎഫിഷ്യൻസ് കിട്ടുന്ന പോലെ ആകണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് ഏതെങ്കിലും ചെറിയ നമ്പേഴ്സ്, ഇപ്പോൾ വൈയുടെ ആണ് ഇവിടെ ചെറിയ കോഎഫിഷ്യൻസ് ഉള്ളത്. സോ നമ്മൾ വൈനെ ചൂസ് ചെയ്തു. വൈയുടെ ഇതിനകത്തെ കോഎഫിഷ്യന്റ് 2 ആണ്, ഇതിനകത്തെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ കോഎഫിഷ്യൻസിനെ രണ്ട് ഇക്വേഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് 2 ആണ്, ഈ സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. ആ 2വിനെ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഇൻഡു ചെയ്യാം. മനസ്സിലായോ? ദെൻ ഫസ്റ്റ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ആ നമ്പർ കൊണ്ട് ഇവിടെ ഇൻഡു ചെയ്യാം.
സെക്കൻഡ് ഇക്വേഷനെ ഇൻഡു ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഇൻഡു ചെയ്ത് നോക്കാം. ഈ 4x + 2y + 15 1 കൊണ്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൊണ്ട് എന്ത് നമ്പറിനെ ഇൻഡു ചെയ്താലും നമുക്ക് ആ നമ്പർ തന്നെ കിട്ടാം. സോ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. നമുക്ക് ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 4x + 2y = 50 എന്ന് തന്നെ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. ഇനി ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 2 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. സോ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × x 2x plus 2 × y 2y equal to 15 × 2 30. ഇക്വേഷൻ മാറി അല്ലേ? തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസിലും കോഎഫിഷ്യന്റ് സെയിം ആയിട്ടുള്ള വേരിയബിൾ വന്നു, y ആണ്. നമുക്ക് y എന്നുള്ള ഒരു ടേമിനെ നമുക്ക് വൈയുടെ ടേമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്ത് ചെയ്യണം? അതിന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, രണ്ടിലും പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാന്നുള്ള മീനിങ് എന്താണ്? രണ്ടാമത്തെ, അതായത് ഏതിൽ നിന്ന് രണ്ടാമത്തേതാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് അല്ലേ? ആ രണ്ടാമത്തെ ഇക്വേഷന്റെ സൈൻസ് ഒക്കെ മാറും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇവിടെ ഇതിന്റെ ഒക്കെ സൈൻ മാറും. -2x ആവും, ദെൻ -2y ആവും, ഇവിടെയും മൈനസ് ആവും. ഓക്കെ, നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 4x ന്ന് -2x വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2x എന്ന് കിട്ടും. ദെൻ ഇത് രണ്ടും എലിമിനേറ്റ് ആയി പോകും, കാരണം +2y ഉം -2y ഉം 0 ആണ്. +0, ദെൻ 50 - 30 എന്ന് പറയുന്നത് എന്ത് വരും? 20 എന്ന് വരും. ഓക്കെ, അപ്പൊ 2x = 20. ഓക്കെ, 2x = 20 ആണെങ്കിൽ x എന്ത് വരും? x = 20/2. ആൻസർ ഈസ് 10 എന്ന് വരും. ഓക്കെ, x 10 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കൗസ് = 10 എന്ന് കിട്ടി. ഇനി നമ്പർ ഓഫ് ചിക്കൻസ് കണ്ടുപിടിക്കണം, അതായത് y കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ നോക്കാം. x + y = 15 ആണല്ലോ. എക്സിന് നമ്മൾ 10 എന്ന് കൊടുത്തു, y = 15. ദെൻ y ഇവിടെ നിർത്താം. 15 - 10, ആൻസർ ഈസ് 5. ഓക്കെ, അപ്പൊ ചിക്കൻസ് എന്ന് പറയുന്നത് y ആയിട്ട് എടുത്ത് അത് എത്ര കിട്ടിയത്? 5 എന്ന് കിട്ടി. നമ്പർ ഓഫ് കൗസ് 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലും ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത രീതിയിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാണോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, നമുക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. എല്ലാ മെത്തേഡും അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. രണ്ട് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യത്തേൽ ഒരു വേരിയബിൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, രണ്ടാമത്തേതിൽ 2 വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തതും അതിനെ സോൾവ് ചെയ്തതും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ സ്റ്റെപ്സിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലോ മെയിലിലോ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അല്ലെങ്കിൽ ഒരു വട്ടം കൂടെ ഈ വീഡിയോസ് ഒന്നും കൂടെ കാണാം. 1-2 പ്രാവശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അങ്ങനെ ക്ലിയർ ആവാത്തത് നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബ്ലാക്ക് ബീഡ്സ് പ്രോബ്ലം, അതുപോലെ തന്നെ ചെയേഴ്സിന്റെ പ്രോബ്ലം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തെ എക്സസൈസ് പാർട്ടിലോട്ട് കിടക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെ വളരെ ലെങ്തി ആയിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും മനസ്സിലാവട്ടെ വിചാരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ ഇനി ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസും ദെൻ ടെക്സ്റ്റ് ബുക്കിലത്തെ എക്സസൈസ് പാർട്ടും ഡിസ്കസ് ചെയ്യാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് 2 മെത്തേഡും യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം അങ്ങനെയായിരിക്കും ഓരോ ക്വസ്റ്റ്യനും വളരെ ഡീപ്പായിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വൃത്തിയായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടെ കാണാം. 1-2 വട്ടം കാണുമ്പോൾ തന്നെ നമുക്ക്
മനസ്സിലാവും. മാത്സ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1-2 പ്രാവശ്യം അത് വായിക്കണം. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ഓക്കെ, ദെൻ എത്ര വട്ടം അത് റീഡ് ചെയ്യണോ അത്രയും നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള സ്റ്റെപ്സ് നമ്മുടെ ഉള്ളിൽ കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതാണ് പറയാം. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ, ടാറ്റ.